ഹായ് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ റെഡിയാണോ? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിയായൊരു പാർട്ട്ണറെ കണ്ടെത്തുന്നത്. പക്ഷേ ഇതൊരു ബോറിംഗ് ബിസിനസ് ടാസ്ക് ഒന്നല്ല കേട്ടോ. സത്യത്തിൽ ഇത് വളർച്ചയിലേക്കുള്ള ആവേശകരമായ ഒരു യാത്രയാണ്. അപ്പോൾ ആ യാത്ര തുടങ്ങാൻ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്തായിരിക്കും? നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈയൊരു യാത്ര അത് തുടങ്ങുന്നത് ഈയൊരു ചോദ്യത്തിൽ നിന്നാണ്. നമ്മുടെ ബിസിനസിന്റെ വളർച്ച കൂട്ടാൻ, പുതിയ മാർക്കറ്റുകളിലേക്ക് കടന്നു ചെല്ലാൻ, നമ്മുടെ കഴിവുകൾ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ആ പങ്കാളികൾ ആരാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കൊരുമിച്ച് കണ്ടെത്താം. ഏതൊരു യാത്ര തുടങ്ങുമ്പോഴും നമുക്ക് ആദ്യം വേണ്ടത് ഒരു മാപ്പല്ലേ? അതുപോലെ തന്നെയാണിതും. ഒരു പങ്കാളിയെ തെരഞ്ഞു തുടങ്ങുന്നതിനു മുൻപ് നമുക്ക് വ്യക്തമായ ഒരു സ്ട്രാറ്റജി വേണം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയണ്ടേ? അപ്പോ നമ്മൾ ആദ്യം തന്നെ ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് നമുക്കൊരു പാർട്ട്ണർ? നിങ്ങളുടെ പ്രോഡക്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനാണോ? അതോ പുതിയ ടെക്നോളജി നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനാണോ? അതുമല്ലെങ്കിൽ ബിസിനസ് വളർത്താൻ കുറച്ച് ഫണ്ടിംഗ് ആണോ ആവശ്യം? ഈ എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ സത്യം പറഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു. ദാ ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ. നമുക്ക് തെരഞ്ഞെടുക്കാൻ ഒരുപാട് തരം പാർട്ട്ണർമാരുണ്ട്. ഉദാഹരണത്തിന്, ഒരു ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർക്ക് നിങ്ങളുടെ ഉൽപ്പന്നം പുതിയ മാർക്കറ്റുകളിൽ എത്തിക്കാൻ സഹായിക്കാനാകും. അതേസമയം ഒരു ടെക്നോളജി പാർട്ട്ണർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് കൂടുതൽ അടിപൊളിയാക്കാൻ പറ്റും. മാർക്കറ്റിംഗ്, ഫിനാൻസ്, സപ്ലൈ ചെയിൻ അങ്ങനെ ഓരോ വിഭാഗത്തിനും അതിൻ്റേതായ ഒരു മൂല്യമുണ്ട്. നമ്മുടെ ലക്ഷ്യത്തിന് ഏറ്റവും ചേർന്നതേതാണെന്ന് തിരിച്ചറിയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ മാപ്പ് റെഡിയായി. ഇനി എന്താ വേണ്ടേ? നമ്മുടെ ആ പെർഫെക്റ്റ് പാർട്ട്ണറുടെ ഒരു ചിത്രം വരയ്ക്കണം. ഇത് നമ്മുടെ ടീമിലേക്ക് പുതിയ ഒരാളെ എടുക്കുന്നത് പോലെ തന്നെയാണ്. അവരുടെ കഴിവുകൾ എന്തൊക്കെയായിരിക്കണം, സ്വഭാവം എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം. അപ്പോൾ ഒരു നല്ല പാർട്ട്ണറുടെ പ്രൊഫൈലിൽ എന്തൊക്കെ വേണം? അവര് ഏത് ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവരാവണം? അവരുടെ കമ്പനി ചെറുതാണോ വലുതാണോ? നിങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെയാണോ അവരുടേതും? ഒരുപക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: നിങ്ങളുടെ കമ്പനിയുടെ കൾച്ചറുമായി അവർക്ക് യോജിച്ചു പോകാൻ പറ്റുമോ? ഈ ഓരോ പോയിന്റും നിങ്ങളുടെ വിജയത്തിന് വളരെ നിർണായകമാണ്. ഈ ഒരു ഐഡിയ ഓർത്തിരിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് കേട്ടോ. നിങ്ങളുടെ പാർട്ട്ണർ പ്രൊഫൈലിനെ ഒരു വാണ്ടഡ് പോസ്റ്ററായിട്ടൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ആ പോസ്റ്ററിലെ വിവരങ്ങൾ എത്രത്തോളം കൃത്യവും വിശദവുമാകുന്നോ അത്രയും വേഗത്തിൽ നിങ്ങൾക്ക് ആ ശരിയായ ആളെ കണ്ടെത്താൻ പറ്റും. ശരി, ഇനി എങ്ങനെയാണ് നല്ലതിനെയും ചീത്തയെയും നമ്മൾ തിരിച്ചറിയുന്നത്? നോക്കൂ, ഒരു നല്ല പാർട്ട്ണർക്ക് മാർക്കറ്റിൽ നല്ല സാധ്യതകളും നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി നല്ല യോജിപ്പുമുണ്ടാകും. പക്ഷേ തെറ്റായ ഒരു പാർട്ട്ണറാണെങ്കിലോ? അവർക്ക് ചിലപ്പോൾ വിശ്വാസ്യത കുറവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് നേരെ വിപരീതമായിരിക്കാം അവരുടെ ലക്ഷ്യങ്ങൾ. എന്താണ് ഒഴിവാക്കേണ്ടതെന്ന് അറിയുന്നത് എന്ത് തേടണം എന്നറിയുന്നതുപോലെ തന്നെ പ്രധാനമാണ്. ഓക്കെ, അപ്പം നമ്മുടെ പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞു. മാപ്പ് കയ്യിലുണ്ട്, ടാർഗറ്റ് ഏതാണെന്നും അറിയാം. ഇനി ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നാൽ മാത്രം മതിയോ? പോരല്ലോ, പ്രവർത്തിച്ചു തുടങ്ങണ്ടേ? അവരുമായി ബന്ധപ്പെടാനുള്ള സമയമായി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കണ്ണിൽ കണ്ട എല്ലാവരെയും പോയി സമീപിക്കുകയല്ല വേണ്ടത്. പകരം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പ്രൊഫൈൽ വെച്ച് ഏറ്റവും ചേർന്ന കുറച്ചുപേരെ മാത്രം തിരഞ്ഞെടുത്ത് ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക. ഓർക്കുക, ക്വാളിറ്റിയാണ് പ്രധാനം, ക്വാണ്ടിറ്റിയല്ല. അവരെ സമീപിക്കുന്നതിന് നമുക്കൊരു പ്ലാൻ വേണം. വെറും 3 സ്റ്റെപ്പുകൾ. ശ്രദ്ധിച്ചു കേട്ടോളൂ. 1. എങ്ങനെയാണ് അവരെ കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. ഇമെയിൽ വഴിയാണോ അതോ ഒരു പരിപാടിയിൽ വെച്ച് നേരിട്ടാണോ? 2. നല്ലൊരു മെസ്സേജ് തയ്യാറാക്കുക. ഈ പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്കും അവർക്കും എങ്ങനെ ഒരുപോലെ ഗുണം ചെയ്യുമെന്ന് അതിൽ വ്യക്തമാക്കണം. 3. ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുക. എപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യണം, എപ്പോൾ ഫോളോ അപ്പ് ചെയ്യണം എന്നൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. ഇപ്പോ നിങ്ങളുടെ പ്ലാനൊക്കെ ഒരു പേപ്പറിലുണ്ട്. ഇനി അതെങ്ങനെ യാഥാർത്ഥ്യമാകും? ആദ്യമായി അവരെ കോണ്ടാക്ട് ചെയ്തതിനു ശേഷം എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഈ സ്ട്രാറ്റജി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ മുന്നോട്ടു പോകാനുള്ള ഒരു ഫൈനൽ ചെക്ക് ലിസ്റ്റ് ഇതാ. നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് ഏറ്റവും മികച്ച ഒരു 3 മുതൽ 5 വരെ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യുക. ഈ കാര്യങ്ങൾ നോക്കി നടത്താൻ ഒരാളെ ചുമതലപ്പെടുത്തുക. പിന്നെ ഈ പാർട്ട്ണർഷിപ്പിന്റെ വിജയം എങ്ങനെ അളക്കും എന്ന് തീരുമാനിക്കുക. അതിനെയാണ് നമ്മൾ KPIs എന്ന് പറയുന്നത്. പിന്നെ ഇനി മടിച്ചു നിൽക്കരുത്, അവരുമായി സംസാരിച്ചു തുടങ്ങിക്കോളൂ. അപ്പോ നമ്മൾ തുടങ്ങിയ അതേ ചോദ്യത്തിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ ഒരു വിശകലനത്തിനു ശേഷം ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നിങ്ങളിപ്പോ കൂടുതൽ തയ്യാറാണെന്ന് എനിക്കുറപ്പുണ്ട്.
അപ്പോൾ ആരായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന പാർട്ട്ണർ? അത് കണ്ടെത്താനുള്ള യാത്ര ഇനി നിങ്ങളുടേതാണ്.